ഒരു 20 കിലോമീറ്റർ ഡീസൽ എഞ്ചിൻ മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം, അതും സീറോ ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കിയാലോ. 2018 മോഡലിൽ നിൽക്കുന്ന ഡീസൽ ബലേനോ ഡെൽറ്റ എന്ന പേരിൽ സിംഗിൾ ഓണർഷിപ്പിൽ 77,000 കിലോമീറ്ററുള്ള KL04 ആലപ്പുഴ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. ഡീസൽ എഞ്ചിനിൽ 18 to 20 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന 1.2 ലിറ്റർ വരുന്ന DDS എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഡെൽറ്റ എന്ന പേരിന് മിഡിൽ ഓപ്ഷൻ പേരിന് ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റീരിംഗ് കൺട്രോൾ, എയർ ബാഗ്, ABS, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാംപ്സ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ബാക്ക് വൈപ്പർ ഡിഫോഗർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഡെൽറ്റ എന്നുള്ള പേരിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനം ഡീസൽ എഞ്ചിൻ വാഹനം സ്വന്തമാക്കാം. സീറോ ഡൗൺ പേയ്മെൻറ്റിൽ 6 ലക്ഷം രൂപ നെറ്റ് പ്രൈസോടുകൂടി. 6 ലക്ഷവും നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ഒരു വാഹനം, അതും 5 വർഷത്തെ മാസക്കാലയോടുകൂടി. ഇനി ഒരു ഹോണ്ട സിറ്റിയും കൂടി വന്നിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന CVT ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന വാഹനം. 2015 മോഡലിൽ നിൽക്കുന്ന SV എന്ന പേരിൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. രജിസ്ട്രേഷൻ വരുന്നത് KL07 എറണാകുളം രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനമാണ്. SV എന്ന പേരിൻ്റെ ആണെങ്കിലും അലോയ് വീൽസ്, അതേപോലെ സ്റ്റിയറിംഗ് കൺട്രോൾ, ഓട്ടോ ക്ലൈമറ്റ് AC, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. 90,000 കിലോമീറ്ററാണ് നിലവിൽ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ള. പ്രോപ്പർലി സർവീസ് കാര്യങ്ങൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഹോണ്ട സിറ്റി, അതും CVT വാഹനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കും. ഒരു 12, 13, 14 വരെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന നല്ല യാത്രാ കംഫർട്ടുള്ള സീറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന, എസ്പെഷ്യലി ക്രൂയിസ് കൺട്രോൾ അടക്കം വരുന്ന വാഹനം. ക്രൂയിസ് കൺട്രോളുള്ള വാഹനം ആയതുകൊണ്ട് നമുക്ക് ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ സുന്ദരമായിട്ട് വാഹനം യാത്ര ചെയ്യും. ഓട്ടോമാറ്റിക് വേണം, ക്രൂയിസ് കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം ഓടിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരിക്കലും ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനം ആയതുകൊണ്ട് ക്രൂയിസ് കൺട്രോൾ ഞാൻ അത്രയും പ്രൊമോട്ട് ചെയ്യില്ല, ചിലപ്പോൾ ഉറങ്ങിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഓട്ടോ ക്ലൈമറ്റ് AC, എയർ ബാഗ്, ABS തുടങ്ങിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്നു. പിന്നെ നമുക്ക് എക്കോണമി മോഡിൽ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം നല്ല മൈലേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പിൽ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. വിശാലമായിട്ടുള്ള ഡാഷ്ബോർഡും ഇന്റീരിയർ സ്പേസും ആ ഒരു യാത്രാ കംഫർട്ടും ലഭിക്കുന്നൊരു വാഹനം തന്നെയാണ് ഹോണ്ട സിറ്റി എന്ന വാഹനം. അതിൽ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ വരുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 5,80,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. അപ്പോൾ 2 വാഹനങ്ങളും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. സെഡാൻ സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഹോണ്ട സിറ്റിയും ഡീസൽ എഞ്ചിൽ സീറോ ഡൗൺ പേയ്മെൻറ്റ് സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ളൊരു മാരുതിയുടെ ബലോന എന്ന വാഹനവും. 2 വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്കിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഒരുപാട് വാഹനങ്ങൾ ഹോണ്ട സിറ്റിയിൽ VX, V തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വാഹനങ്ങളുണ്ട്. CVT ഓട്ടോമാറ്റിക് വാഹനങ്ങളും മാനുവൽ വാഹനങ്ങളും ഡീസലിലും പെട്രോൾ നിൽക്കുന്ന വാഹനങ്ങളുടെ കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബലേനാണെങ്കിലും പെട്രോളും മാനുവലും ഡീസലും ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് വാഹനങ്ങളൊക്കെ ഞങ്ങളുടെ കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഞങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.